വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സപ്പോർട്ട് ഏരിയ നോക്കിയാൽ കാണാം, ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. പിന്നെ അവിടേക്ക് ഇന്നലെയും അതുപോലെ തന്നെ അതിന്റെ മുന്നത്തെ 2 ദിവസം മുന്നും ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ സപ്പോർട്ട് ഏരിയ വാലിഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ ടൈം ഹൈയിലെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട വൺ ഡേ ചാർട്ടിലുള്ളത്. ഇനി നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസ് ഇന്നത്തെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് US ഓയിലിൽ പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന ഇന്ത്യൻ സമയം 8:30 PM അത് CB കൺസ്യൂമർ കോൺഫിഡൻസ് ആണ് വരുന്നത്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. പ്രീവിയസ് ഫിഗർ വന്നിരിക്കുന്നത് 104.7 ആണ്. ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 105.7 ആണ്. അതുപോലെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി ആണ്. അതായത് ഫോർകാസ്റ്റിനേക്കാളും മുകളിലൊരു ഫിഗർ വരികയാണെങ്കിൽ അത് കറൻസിക്ക് നന്നാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ന്യൂസിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ന്യൂസ് വരുന്ന സമയത്ത് പരമാവധി എല്ലാവരും ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ട് 4 ഹവറിൽ വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്നൊരു സപ്ലൈ ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണത്. അപ്പോൾ ഇതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇംബാലൻസ് ഉണ്ട് ഇവിടെ, ഈ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഇംബാലൻസിലേക്കാണ്. പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു സപ്പോർട്ട് ഏരിയ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും മാർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് വരുന്നത് 4 ഹവറിന്റെ ഇംബാലൻസിലാണ്. ആ ഇംബാലൻസ് ഓൾറെഡി 1 ഹവറിന്റെ എടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഇതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നോക്കിയാൽ കാണാം, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാം മാർക്കറ്റ് നല്ല രീതിയിൽ ഇവിടെ ഒരു കൺസോളേഷൻ നടന്ന് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഇതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതിനും താഴെ മറ്റൊരു നല്ലൊരു ഏരിയ കൂടിയുണ്ട്. ഇതും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് പ്ലസ് ഇംബാലൻസ് 4 ഹവറിന്റെ ഇംബാലൻസിൽ നല്ലൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് നിൽക്കുന്ന അവിടേക്കാണ്. ഏറെക്കുറെ ഇവിടെ എത്തുന്ന സമയത്ത്, ഈ ഒരു ഏരിയയിലൊക്കെ എത്തുന്ന സമയത്ത് ഒരു വലിയൊരു ഫോള് വരികയാണെങ്കിൽ വലിയൊരു ക്യാൻഡിൽ, ഇതുപോലെ തന്നെ വലിയൊരു ക്യാൻഡിൽ വരുന്ന ഈ ഒരു ഇതിന്റെ താഴേക്ക് എത്തുന്ന സമയം, അതായത് ഈ ഒരു കൺസോളേഷൻ നടന്ന് ഇതിനെ താഴോട്ടേക്ക് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഒരു സെൽ എൻട്രി എടുക്കാം. അങ്ങനെ സെൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വരെ വരാം, സെക്കൻഡ് ടാർഗറ്റ് ഇതിലേക്ക് ഇറങ്ങാം. ഇനി അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ വരെയൊക്കെ മാർക്കറ്റ് ഒരുപക്ഷെ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക, ഇവിടം വരെ ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു 2720 മുതൽ 2710 വരെയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞതായിരുന്നു. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് സെൽ എൻട്രി എന്ന് വരുന്നത്. ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു ബൈ എൻട്രി ചാൻസും കൂടി ഉണ്ട്. അതൊരു പക്ഷേ ഇതുപോലെ തന്നെ വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഇതിന്റെ മുകളിൽ നിൽക്കുകയാണ്. നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഇതിന്റെ മുകളിലേക്ക്, അതായത് ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിലൊക്കെ വന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. അങ്ങനെ ഒരു ബൈ എൻട്രി വരികയാണെങ്കിൽ മറ്റൊരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയാണ്. ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നാണ്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം ഇവിടെ നിന്ന് ഒരു സപ്ലൈ നടന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ബൈ എൻട്രി കൂടിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു പക്ഷേ ചെറിയൊരു റിയാക്ഷനെ കിട്ടാൻ സാധ്യതയുള്ളൂ. ചെറിയ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു പാറ്റേണിലേക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് കയറി പോവാം. അപ്പോൾ ഇങ്ങനെയും ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബൈ എൻട്രി ആൻഡ് സെൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ബൈ എൻട്രിക്ക് സാധ്യത എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ വലിയ ക്യാൻഡിലുകൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വലിയൊരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ബൈ എൻട്രി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുമ്പോഴും ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്.
അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.